അസ്സലാമലൈക്കും. എന്തൊക്കെ സുഖമല്ലേ? അൽഹംദുലില്ലാ, നമുക്കും സുഖം. അങ്ങനെ പോണു. ഒരു 8:10 നമുക്ക് പിന്നെ എപ്പോഴും 8:10 അതിലങ്ങനെ പോണു. അപ്പം ഞാൻ പറയണം എന്താണെന്നറിയോ, 2-3 ദിവസമായി നമ്മളെ ഡോക്ടർ ആയിഷാൻ്റെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായി. പക്ഷേ സുഹറ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. വീഡിയോസൊക്കെ കുറേ മുമ്പ് തൊട്ട് 2-3 വർഷം മുമ്പ് വരാൻ തുടങ്ങിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അവളെ വീഡിയോസുകൾ, അവളെ ലൈവുകൾ ഞാൻ വീക്ഷിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഡോക്ടർ ആയിഷാൻ്റെ ജീവിത കഥകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം അവളുടെ കഥകൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെന്നറിയോ, പുറത്ത് പറയുന്നത് വരെയാണ് മുസ്ലിം പെൺകുട്ടികൾ സ്ത്രീധനത്തിൻ്റെ പേരിലും അല്ലാത്ത പേരിലും അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലും അവരുടെ ഭർത്താവിൻ്റെ കുടുംബങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങുന്ന പീഡനങ്ങൾ അവർ പുറത്ത് പറയാത്തോടത്തോളം കാലമാണ് അത് നന്നാവുക. അവർ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോന്നായിട്ട് അങ്ങനെ പുറത്ത് ചാടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം പറയുന്നത് 1-2 ആണെങ്കിൽ പറയാത്തത് 80-85% ഉള്ളിൽ നീറിക്കഴിയുന്നവരുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിലൊരാളായിട്ടാണ് ഇപ്പോൾ സുഹറയും വന്നിട്ടുള്ളത്. ഇനിയുണ്ട് ഒരുപാട് ആൾക്കാർ, ഇനിയും ഇറങ്ങാനുണ്ട്. നമുക്കറിയുന്ന ആൾക്കാർ തന്നെ. ഇത് അവർ നാണക്കേടും മാനക്കേടും കൊണ്ട് കോടതിയും കയറി അങ്ങനെ പോയി. ഇനി ഇത് സോഷ്യൽ മീഡിയയിൽ ലോകം മുഴുവൻ നാറ്റിക്കേണ്ട, സ്വന്തം കുടുംബവും അല്ലാത്തവരും നാറുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്ത് പറയാത്ത ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇവർക്കൊന്നും നീതി കിട്ടിയിട്ടൊന്നുമില്ല. കാരണം 10, 25, 50 പവനും 10 അല്ലെങ്കിൽ 10 പവനായിക്കോട്ടെ, 5 പവനായിക്കോട്ടെ, ഈ 5 പവൻ വാങ്ങണം. അന്നത്തെ കാലത്ത് 5 പവൻ വാങ്ങണം എന്നുണ്ടെങ്കിൽ, 5 പവൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടേക്കാർ 5 പവൻ അന്നത്തെ കാലത്ത് കൊടുത്തിരിക്കുക. 2002-2003 കൊടുത്തിരിക്കുക. കാരണം 10 പവൻ കൊടുത്തവർ അതിനനുസരിച്ച്, കാരണം കഷ്ടപ്പെട്ട് നാട്ടുകാരോടത്ത് കൂടെ പോയി പിച്ച തണ്ടിയിട്ടുണ്ടാവും. ആ കുടുംബത്തിലെ ഉമ്മയോ വാപ്പയോ അല്ലെങ്കിൽ കൂട്ടോ കുടുംബമോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി പോലും മറ്റൊരിടത്ത് പോയി കൈ നീട്ടിയിട്ടുണ്ടാവും. എൻ്റെ കല്യാണമാണ്, എന്നൊക്കെ ഇത്ര സ്ത്രീധനം ചോദിച്ചിട്ടുണ്ട്, അത് കൊടുത്തില്ലെങ്കിൽ എൻ്റെ കല്യാണം, എൻ്റെ വിവാഹം നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും സഹായിച്ച് എനിക്കത് തരണേ, എന്നിട്ട് വേണം അവത് കല്യാണം കഴിച്ച് അവനെ കൊണ്ടുപോയി അവൻ്റെ അണ്ണാക്കിലേക്ക് തള്ളി കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെടുത്ത് തെണ്ടി വാങ്ങിയ പൈസകളായിരിക്കും അത്. അതാണ് കൊണ്ടുപോയിട്ട് നിക്കാഹിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇസ്ലാമിൻ്റെ നിക്കാഹിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. റസൂൽ പറഞ്ഞതിന് ഇപ്പോൾ പല വീഡിയോസുകളും പല രൂപത്തിലും വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ്, സ്ത്രീകൾ ഇറങ്ങാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ പല കാരണങ്ങളും ഇതൊക്കെ തന്നെയാണ്. കാരണം സത്യങ്ങൾ പുറത്തു വരും. ആ പെൺകുട്ടി അനുഭവിച്ച് പറയുന്നത് കേട്ടില്ലേ. ആയിഷാൻ്റെ എനിക്ക് അത്ര ഗൗരവമായിട്ട് തോന്നില്ല. കാരണം അത് ആയിഷ ഒരു ഡോക്ടർ ആയിഷയാണ്. ആയിഷക്ക് ജീവിക്കാനുള്ള എല്ലാ ഇതുകൊണ്ട് ആയിഷാൻ്റെ 100 പവൻ അത് ആയിഷ കഴിവുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ജീവിക്കാൻ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള, അവരെ മുതൽ ഇതാക്കാനും അവർ രണ്ടാമത് ഇവരെ വിവാഹബന്ധം നിലനിൽക്കുക കല്യാണം കഴിച്ചു എന്നുള്ള പരാതിയാണ്. പക്ഷേ ഇത് നിത്യവൃത്തിക്ക് വഴിയില്ലാതെ, ഒരു കിടക്കാനൊരു വീടില്ലാതെ, ഒരു സപ്പോർട്ടിനൊരു കുടുംബങ്ങളോ മറ്റുള്ളവരോ ഇല്ലാതെ, സ്വന്തം കാലിൽ ചോദിക്കാനും പറയാനും ആളില്ല എന്ന് കരുതി എന്ത് ഇസ്ലാം നിയമം? എവിടെ ഇസ്ലാം നിയമം? ഒക്കെ പറയാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. രംഗത്ത് വരുമ്പോൾ ആരും ഉണ്ടാവില്ല, അനുഭവിക്കുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഇതിലെ മഹലില്ലേ, അവളെ നിക്കാഹ് കൊടുത്ത ആൾക്കാരില്ലേ, ആദ്യം നിക്കാഹ് കഴിച്ചോ മുതൽ മുഴുവൻ കഴിഞ്ഞ് അവളും കല്യാണം കഴിച്ചിട്ടുണ്ട് 2ാം പ്രാവശ്യം. 2ാം പ്രാവശ്യം കല്യാണം കഴിഞ്ഞ് അതിലൊരു കുട്ടി, അവൾക്ക് 2 കുട്ടികളായിട്ട് അവൾക്കും ഉണ്ട്. ഇതൊന്നും ഈ മുതൽ കിട്ടാതെ തന്നെയാണ് വിവാഹം കഴിച്ചത്. കാരണം വർഷങ്ങളോളം കാത്തിരുന്നിട്ട് കിട്ടാതെ വന്നൊരു തീരുമാനമില്ലാതെ വന്ന് കോടതിയിൽ നിന്ന് കുട്ടി മൂത്ത അവനുണ്ടായ കുട്ടീനെ അവൻ കൊണ്ടുപോയി. ഇപ്പോൾ കുട്ടികളും ഇല്ല ഭർത്താവും ഇല്ല എന്നറിഞ്ഞ അവസ്ഥയ്ക്കാണ് അവൾ വേറെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അതിൽ 2 മക്കളുണ്ട്. അത് ഭർത്താവ് ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ മക്കൾ അവളെ കൂടെ ഉണ്ട്. അപ്പോൾ എന്ത് നിയമം, എവിടെ നിയമം, എങ്ങനത്തെ നിയമങ്ങളാണ് കിട്ടുന്നത്?
പറയുന്നുണ്ടല്ലോ മഹർ കൊടുത്തു കൊണ്ടുവരണം അങ്ങനെ. അത് ഈ കാലത്ത് വന്ന ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങിയത് എനിക്ക് വിവാഹം വേണ്ട, ജോലി മതി, പഠിപ്പ് മതി, ജോലി മതി എന്ന് പറയാനുള്ള 100% കാരണം ഈ പെണ്ണുങ്ങൾ കുടുംബങ്ങളിൽ കടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് എന്നുള്ളത് ഞാൻ കുറേ മുമ്പ് തൊട്ടേ പറയാൻ തുടങ്ങിയതാണ് വീഡിയോസിൽ. കാരണം അവനവൻ്റെ വാപ്പാൻ്റെ അടുത്ത് കിടന്ന് വാപ്പാൻ്റെ കുടുംബത്തിൻ്റെ അടുത്തേയും കിടന്ന് കഷ്ടപ്പെടുന്ന കാണുന്ന മക്കളാണ് വിവാഹം വേണ്ട എന്ന് പറയുന്നത്. കാരണം ഒരു സ്വൈരാം മക്കൾക്ക് ഉണ്ടാവണ്ടേ, സമാധാനത്തിലെ മക്കൾ ഒരു നേരം തിന്ന് പഠിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റണ്ടേ? ഇതൊക്കെ നമ്മളും കുറേ കണ്ണിൽ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള നിയമം വകുപ്പും ഇസ്ലാം എന്ന് പറയുന്ന ഇതിൽ ഇസ്ലാമിൻ്റെ അത്ര നല്ലതായിട്ടുള്ള ഒരു നിയമം അള്ളാഹിൻ്റെ മുത്ത് റസൂൽ ഇറക്കിയിട്ടുള്ള വേറെ ഒരു ഇതിലുമില്ല. പക്ഷെ അത് ഒരിക്കലും പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഇതെന്ന് മനസ്സിലാക്കണം. ഒരിക്കലും പാലിക്കുന്നില്ല. കാരണം പാലിക്കുന്നവരുണ്ടെങ്കിൽ അവനവൻ്റെ മക്കൾക്ക് 100 50 പവനും കൊടുത്ത് പൈസയും കൊടുത്ത് അങ്ങനെയുള്ള മക്കളാണ് ഇന്നും പെണ്ണ് കിട്ടാത്ത ഈ കാലഘട്ടത്തിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന പെൺകുട്ടികൾക്ക് തന്നെ സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തത് സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് പറയാണ്. അപ്പം നിങ്ങൾക്കറിയാലോ എന്തെങ്കിലും അനുഭവം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായിക്കോളൂ. അതുകൊണ്ട് പറയാണ്. കാരണം ഇല്ല, അത് എത്രയോ മക്കളാണ് 6 മുളം ചൂടിയെടുത്തിട്ടും മരുന്ന് കുടിച്ചിട്ടും മറ്റേ ഉറക്ക ഗുളിക കുളിച്ചിട്ടും പുഴയിൽ ചാടിയിട്ടും മക്കളെയും കൊണ്ട് പുഴയിൽ ചാടിയിട്ടും മരിക്കണേ. എന്തുകൊണ്ടാണ്? പണ്ടൊന്നും ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്? ഇത് സ്വസ്ഥതയില്ലായിട്ട് തന്നെയാണ്, സ്വൈരമില്ലായിട്ട് തന്നെയാണ്. ഇനി മക്കളെയും കുടുംബത്തിൽ വിട്ടിട്ട് ജോലിക്ക് പോകാമെന്ന് വെച്ചാൽ അവിടെ ഒരു പേരുണ്ടാക്കും, എവനെയോ കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. വീട്ടിൻ്റെ ഉള്ളിൽ പട്ടിണിയാണ് എന്നുള്ളത് ആരും ചിന്തിക്കില്ല. അത് പുറത്ത് ആൾക്കാർ വന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ നോക്കുന്നില്ലല്ലോ, അരിയുണ്ടോ മറ്റുള്ള സാധനങ്ങളുണ്ടോ എന്ന് ആരും നോക്കുന്നില്ലല്ലോ. പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പേര് വരിക ഇങ്ങനെയാണ്. പോണവരും ഉണ്ട്, പക്ഷെ എല്ലാവരെയും ആ കണക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൽ വന്ന നിയമത്തിനോ ഇതിനനുസരിച്ചോ ഒന്നും ഇന്നത്തെ കാലത്ത് എന്നല്ല എന്നത്തെ കാലത്തും പെൺകുട്ടികളുടെ കാര്യത്തിൽ നടന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇതൊക്കെ ഒരു 10-25 വർഷം മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടുമായിരുന്നെങ്കിൽ അന്ന് ഞാനിതൊക്കെ ഒരുപാട് പുറത്ത് കൊണ്ടുവരേണ്ട വിഷയങ്ങളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ചത്ത കുട്ടിയുടെ ജാതകം നോക്കിയിട്ട് എന്താ കാര്യം എന്ന് പറയുന്ന മാതിരിയുള്ള അവസ്ഥയിലായി. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ എൻ്റെത് പറയുന്നില്ല, മറ്റുള്ള മക്കളെ കാര്യങ്ങൾ ഇതേമാതിരിയുള്ള വന്നു കഴിഞ്ഞാൽ ഞാനും അതിന് പറയും. കാരണം ഒരുപാട് നീറി ജീവിക്കുന്ന പെൺകുട്ടികൾ ഇന്നും കണ്ണീര് കൈയായിട്ട് ജീവിക്കുന്നുണ്ട്. അതിന്നൊരു മാറ്റം വരണം. അത് ആവശ്യമാണ്. നമ്മളെ ഏത് മതത്തിലാണെങ്കിലും അത് ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ പിന്നെ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരെങ്കിലും എന്നെ തച്ചുവല്ലാതെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ പറയുന്നത് ചിലപ്പോൾ പല വിമർശനങ്ങളും വന്നേക്കാം. അവൻ സാറില്ല, അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്, അത് കണ്ടിട്ടാണ് പറയുന്നത്, അല്ലാതെ ഇല്ലാത്തത് വിളിച്ച് പറയുന്നതല്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം.